gathered us on this solemn spiritual occasion to celebrate the consecration and installation of our brother, Mor Gregorios Joseph, as the new Mafriono Catholicos of our Syriac Orthodox Church in India. Shall do everything as directed by the Holy See of Antioch. I acknowledge and agree that the Simhasana churches and institutions, etc., in India, which are now under Your Holiness' direct jurisdiction, shall remain so under Your Holiness and Your Holiness' successors in office. Throughout my life, I shall obey the orders and directions of His Holiness, Syrian Orthodox Patriarch of Antioch and all the East, who is my superior, and in whom vests all the rights and authority of the Universal Syrian Orthodox Church as its supreme head, and I shall have no right to deviate from or alter any. സുറിയാനി സഭയുടെ മഫ്രിയാന എന്ന് തന്നെയല്ലേ പറഞ്ഞത്? ഞാൻ അങ്ങനെയാണ് കേട്ടത്. ഇനി എന്റെ കേൾവിയുടെ കുഴപ്പം വല്ലതും ആണോ എന്നറിയില്ല. ഒന്നുകൂടി കേട്ടു നോക്കാം. Gathered us on this solemn spiritual occasion to celebrate the consecration and installation of our brother, Mor Gregorios Joseph, as the new Mafriono Catholicos of our Syriac Orthodox Church in India. കേട്ടല്ലോ. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം, സുറിയാനി സഭയുടെ അതിഭദ്രാസന അടിമകൾക്ക് ഒരു മഫ്രിയാന. മുൻപുള്ള മഫ്രിയാന ശ്രേഷ്ഠൻ തോമസ് പ്രഥമന്റെ പിൻഗാമി, പുതിയ ശ്രേഷ്ഠൻ ജോസഫ് മഫ്രിയാന. വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, മലങ്കര കാതോലിക്ക ഭാവയൊന്നും അല്ല. വീടന്മാർ കിടന്ന് ചാടിയിട്ട് ഒരു കാര്യവുമില്ല. അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കാൻ പാത്രിയാർക്കീസിന്റെ ഒരു പ്രതിനിധി, അതാണ് മഫ്രിയാന. അതായത് മഫ്രിയാന എന്ന സ്ഥാനം ചുമതലപ്പെടുത്തിയ പ്രതിനിധി എന്നാണ് അർത്ഥം. മലങ്കര സഭ ഒന്നേ ഉള്ളൂ. ആ മലങ്കര സഭയുടെ കാതോലിക്ക ബാവ മറ്റ് സഭകളുടെ തലവന്മാർക്ക് തുല്യനാണ്. കത്തോലിക്ക സഭയുടെ പോപ്പും അന്ത്യോക്യൻ പാത്രിയാർക്കീസും മലങ്കര കാതോലിക്ക ബാവയും സമന്മാരാണ്. എന്നാൽ പാത്രിയാർക്കീസിന്റെ പ്രതിനിധി മാത്രമാണ് മഫ്രിയാന. അതുകൊണ്ടാണ് ഈ മഫ്രിയാന വാഴ്ചയെ കോടതി എതിർക്കാഞ്ഞത്. യാക്കോബായ സഭയുടെ മഫ്രിയാനയെ വാഴിക്കുന്നത് തടയാൻ ലോകത്തിലെ ഒരു കോടതിക്കും അവകാശമില്ലെന്നുള്ളതാണ് അതിന്റെ വസ്തുത. മറ്റു സഭകൾ അന്ത്യോക്യൻ സഭയുമായോ നെസ്തോറിയൻ സഭയുമായോ കൽദായ കത്തോലിക്ക സഭയുമായോ അന്ത്യോക്യൻ സുറിയാനി കത്തോലിക്ക സഭയുമായോ ബന്ധപ്പെടുത്തി മലങ്കരയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സഭ സ്ഥാപിക്കുകയാണെങ്കിൽ അതിനെ എതിർക്കാൻ മലങ്കര സഭയ്ക്ക് കഴിയില്ല. കാരണം മുൻപ് പറഞ്ഞതുപോലെ മഫ്രിയാന എന്ന് പറയുന്നത് ചുമതലപ്പെടുത്തിയ ഒരു പ്രതിനിധി മാത്രമാണ്. അതുപോലെ മലങ്കര സഭയുടെ മാത്രമായ മലങ്കര മെത്രാപ്പോലീത്ത കാതോലിക്ക ബാവ സ്ഥാനം ഇന്ത്യയിൽ ഒരു സഭകൾക്കും ഉപയോഗിക്കാനോ പകർപ്പുകൾ ഉണ്ടാക്കുവാനോ സാധ്യമല്ല. അതുകൊണ്ടാണ് നേരത്തെ കൊച്ചി മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ മലങ്കര മെത്രാപ്പോലിത്തയായി വിളംബരം ചെയ്തതല്ലാതെ ഒരു കൽപ്പന പോലും പാത്രിയാർക്കീസ് കൊടുക്കാഞ്ഞത്. മാത്രമല്ല, രണ്ടും രണ്ട് സഭയാണെന്ന് അംഗീകരിച്ചെങ്കിൽ മലങ്കര സഭയുടെ പള്ളികൾ യാക്കോബായ പക്ഷം കോടതി വിധികൾ ധിക്കരിച്ച് കൈവശം വെച്ചിട്ടുള്ളത് നിയമവിധേയ മാർഗത്തിലൂടെ തിരിച്ചു പിടിക്കാനുള്ള മാർഗങ്ങൾ ഊർജിതപ്പെടുത്തണം.